ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ ടോപ്പിക്ക് ഡീപ്പ് ലേണിംഗ് ഓവർവ്യൂ ആണ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ഇത് ബേസിക്കലി ഹ്യൂമൻ ബ്രെയിൻ പോലെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അൽഗോരിതംസ് ഇൻസ്പയർഡ് ബൈ ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആണ്. ഡീപ്പ് ലേണിംഗ് കമ്പ്യൂട്ടേഴ്സിന് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ ലേൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് സ്ട്രക്ചർഡ് ഡാറ്റാസ് ആൻഡ് അൺസ്ട്രക്ചർഡ് ഡാറ്റ ലൈക്ക് ഇമേജ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡീപ്പ് ലേണിംഗിൽ മൾട്ടി ലെയർഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റയിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് ഡിഫറെൻറ്റ് ലെയർ ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രഡിക്ഷൻസും ക്ലാസിഫിക്കേഷൻസും ഒക്കെ കൊടുക്കും. കീ ഫീച്ചേഴ്സ് ഓഫ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഓട്ടോമേറ്റഡ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. നോ മാനുവൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഈസ് നീഡഡ്. ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ ആണ് ഹൈ അക്യുറസി, എസ്പെഷ്യലി വിത്ത് ലാർജ് ഡാറ്റ സെറ്റ്സ്. തേർഡ് വൺ, സ്കെയിലബിലിറ്റി, വർക്ക്സ് വെൽ വിത്ത് ഹൈ പെർഫോമൻസ് GPUs. Then handles complex data, works on images, speech, language processing. Then architecture of deep learning, ഇതിൽ 3 layers ആണ് വരുന്നത്. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയേഴ്സ്, ഔട്ട്പുട്ട് ലെയർ. ഇൻപുട്ട് ലെയറിൽ റോ ഡാറ്റാസ് എടുക്കും. ദെൻ ഹിഡൻ ലെയേഴ്സിൽ ഇതിൽ നിന്ന് ഡാറ്റയിൽ നിന്ന് ഫീച്ചേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിലാണ് ന്യൂറോൺസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നത്, ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് ലെയറിൽ നമുക്ക് ഫൈനൽ പ്രഡിക്ഷൻ ഓർ ക്ലാസിഫിക്കേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഫേസ് റെക്കഗ്നീഷൻ, അതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു ഫോട്ടോ, ഒരാളെ ഫേസ് നമ്മൾ ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഡീപ്പ് ലേണിംഗ് മോഡൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഇമേജസിലൊക്കെ കോൺവല്യൂഷനിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ആ ഒരു ഫേസിലുള്ള ഐസ്, നോസ്, മൗസ് പൊസിഷൻസ്, സ്കിൻ പാറ്റേൺ, ടെക്സ്ചർ അതൊക്കെ ലേൺ ചെയ്യും. ദെൻ യുണീക്ക് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ലേൺ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കൊടുക്കും. ഇയാളെ ഫേസ് ആണ്, അങ്ങനെയൊക്കെ. ദെൻ ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ ഡീപ്പ് ലേണിംഗ്. കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് CNN, അത് ഇമേജ് പ്രോസസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, സീക്വൻസ് ഡാറ്റ ലൈക്ക് ടെക്സ്റ്റ്, ടൈം സീരീസ്, അതിനൊക്കെ. തേർഡ് വൺ, ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ്, സിന്തറ്റിക് ഡാറ്റ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഡീപ്പ് ബിലീഫ് നെറ്റ്വർക്ക്സ്, ഇത് പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ വിഷൻ, ഫോർ എക്സാമ്പിൾ ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ഫേഷ്യൽ റെക്കഗ്നീഷൻ, അതിനൊക്കെ. ദെൻ സെക്കൻഡ് വൺ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ചാറ്റ് ബോട്ട്സ്, ട്രാൻസ്ലേഷൻ, സ്പീച്ച് റെക്കഗ്നീഷൻ, സിരി, അലക്സ, അതിലൊക്കെ. ദെൻ ഹെൽത്ത് കെയറിൽ വരുമ്പോൾ ഡിസീസ് ഡിറ്റക്ഷൻ ഫ്രം സ്കാൻസ്. ദെൻ ഓട്ടോണമസ് വെഹിക്കിൾസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസിലൊക്കെയാണ് ഇതിൽ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡീപ്പ് ലേണിംഗ്, കോംപ്ലക്സ് പാറ്റേൺസ് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും. ഹൈ അക്യുറസി റിസൾട്ട്സ് ആണ്. ലാർജ് ഡാറ്റ സെറ്റ്സിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ ചാലഞ്ചസ് ഓഫ് ഡീപ്പ് ലേണിംഗ്, ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ഡാറ്റ വേണം. ദെൻ ഹൈ കമ്പ്യൂട്ടേഷണൽ പവർ GPU വേണം. ട്രെയിനിങ് ടൈം ലോങ് ആണ് ഇതിൽ. ഇതിന് കുറച്ച് ടൂൾസ് ഉണ്ട്. അതാണ് ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്ക്സ് ഫോർ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ടെൻസർഫ്ലോ, പൈടോർച്ച്, കെറാസ്, MXNet, അതൊക്കെയാണ്. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റ നമ്മളെടുത്ത് അതിന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെ വർക്ക് ചെയ്ത് പ്രഡിക്ഷൻസും ക്ലാസിഫിക്കേഷൻസും ഒക്കെ കൊടുക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്.